നമസ്കാരം. ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്, എന്ത് പറയണം എന്നുള്ളത് ആ വ്യക്തിയുടെ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ആ പെരുമാറ്റം മൂലം മറ്റൊരാളിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തുന്നതോ അവനെ മുറിവേൽപ്പിക്കുന്നതോ ആയ സാഹചര്യമുണ്ടായാൽ അത് നിയമവിരുദ്ധമാണ്. തന്നെയോ തൻ്റെ പ്രിയപ്പെട്ടവരെയോ ദ്രോഹിച്ചവരോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്നാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും കാട്ടാത്ത വ്യക്തിയായിരുന്നു കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കയ്യിലിരിക്കുന്ന കൊടിയുടെ കളറോ എതിരെ നിൽക്കുന്നവൻ വിളിക്കുന്ന മുദ്രാവാക്യമോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്തിന്, നമ്മൾ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ ഒരു പ്രത്യേക കളർ ഡ്രസ്സിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഇന്നത്തെ സാഹചര്യമൊന്നും അന്നില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു കറകളഞ്ഞ മനുഷ്യസ്നേഹി. തൻ്റെ നെറ്റി പൊട്ടി ചോര ഒലിക്കുമ്പോഴും അതിന് കാരണക്കാരായവരെ ശാന്തതയോടെ സമീപിച്ച വ്യക്തി. എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകളോട് ഇടപെടാൻ കഴിയുക. ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ ആയിരുന്ന ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒപ്പമുള്ളവർ അത് തന്നെ ശത്രുനിരയിൽ കാണുന്ന വ്യക്തിയാണെങ്കിലും അവരെ സഹായിക്കാൻ മനസ്സ് കാട്ടുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. പിതാവിനെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കുന്ന കൂടെ മുഖ്യമന്ത്രിയെ കൂടെ വിളിക്കാൻ വിട്ടുപോകരുതേ എന്ന് മാതാവ് മകൻ ചാണ്ടി ഉമ്മനെ ഓർമ്മിപ്പിക്കുന്നു. നോക്കണേ, എല്ലാവരെയും സ്നേഹത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ, ശത്രുവിനെ പോലും നിരുപാധികം സ്നേഹത്തോടെ കണ്ട് സഹായിച്ച മനുഷ്യൻ. ഇതിലും ഭംഗിയായി എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ ഓർമ്മകളെ ആഘോഷമാക്കുന്ന ദിനം മനോഹരമാക്കാൻ കഴിയുക? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ വേട്ടയാടിയതും ദ്രോഹിച്ചതും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പ്രകൃതി വിരുദ്ധ പീഡന കേസ് വരെ കൊണ്ടുവന്നതും ആരാണെന്ന്, അത് നേതൃത്വം നൽകിയത് ആരാണെന്ന്. ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യന്റെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് ആരാണെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അനുസ്മരണം അർത്ഥപൂർണമാകുമെന്ന് അദ്ദേഹം വളർത്തിയ ഒരു മകൻ ചിന്തിച്ചില്ല എങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അടിച്ചു തോൽപ്പിക്കാൻ വരുന്നവരെ സ്നേഹിച്ച് മടക്കി അയക്കുന്നത് കണ്ട് കൂടെ വർഷങ്ങളോളം ജീവിച്ച ഒരു ഭാര്യയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇങ്ങനെയല്ലാതെ ഇത്ര മനോഹരമായി എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും? മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാനും റേറ്റിംഗ് കൂട്ടാനും ഒരു വിഷയം കിട്ടുന്നത് അവർ ആഘോഷമാക്കട്ടെ. അപ്പനെ വേട്ടയാടിയ മാധ്യമങ്ങൾ തന്നെ സ്നേഹം കൊണ്ട് എല്ലാ കാലവും വീർപ്പ് മുട്ടിക്കുമെന്ന തോന്നലൊന്നും ചാണ്ടി ഉമ്മൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാണ്ടി ഉമ്മൻ അപ്പൻ്റെ അനുസ്മരണ ചടങ്ങിന് പിണറായിയെ വിളിച്ചത് വളർത്തുഗുണം. അതിന് പിണറായിയെ എടുത്ത് ജനങ്ങൾ തോളിൽ വെക്കുമെന്ന് ആരെങ്കിലും ഭയന്നാൽ അതിലെനിക്കൊന്നും പറയാനില്ല. അത്ര മണ്ടന്മാരല്ല ജനങ്ങൾ. പിന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മനെതിരെ ഉയരുന്ന കോലാഹലങ്ങൾ ശരിക്കും ഒരു രാഷ്ട്രീയ തന്ത്രമായേ കാണാൻ കഴിയൂ. ചില സിനിമകൾ മാർക്കറ്റ് ലഭിക്കാത്തപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയും സോഷ്യൽ മീഡിയ സ്വാധീനവും ഉപയോഗിച്ച് ഒരു മോശം സിനിമ പ്രേക്ഷകന്റെ മനസ്സിൽ നല്ലതെന്ന് തോന്നിപ്പിക്കും പോലെ ചാണ്ടി ഉമ്മനെതിരാണ് ജനങ്ങളെന്ന് വരുത്തി തീർക്കുന്ന മുതലെടുപ്പായേ കാണാൻ കഴിയൂ. കേരളം ഏറ്റവും അധികം സ്നേഹിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഓർമ്മ ആചരണത്തിൽ മുഖ്യമന്ത്രിയെ പാടെ ഉപേക്ഷിച്ച് കളയുകയായിരുന്നോ വേണ്ടിയിരുന്നത്? അതോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി തെറിക്കുത്തരം മുറിപ്പത്തല് പോലെ കല്ലിന് പകരം കല്ലെറിഞ്ഞ് ധാർഷ്ട്യം കാണിക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? അതോ ആയിരങ്ങളുടെ മുമ്പിൽ തൻ്റെ അപ്പനെ ആദരിക്കാനെത്തിയ മനുഷ്യനെ ഇരുത്തി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയായിരുന്നോ വേണ്ടിയിരുന്നത്? ഒരിക്കലുമല്ല. മനുഷ്യത്വത്തെ പ്രതി ഒരു മരമണ്ടനെ പോലെ ചാണ്ടി ഉമ്മൻ വേദിയിൽ മര്യാദ കാണിച്ചത് അജ്ഞതയാണെന്നും പ്രീണനമാണെന്നും തെറ്റിദ്ധരിക്കാതിരിക്കാനുള്ള ബുദ്ധി കേരള ജനതയ്ക്കുണ്ട്. ഇതേക്കുറിച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഞാൻ പ്രേക്ഷകർക്ക് അതിലെ ചില പ്രധാന ഭാഗങ്ങൾ കേൾപ്പിക്കാം. ഞാനതിലൊന്നും വിഷമം കാണുന്നില്ല. കാരണം എന്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയുന്നത്. എന്റെ പിതാവിനെ അത്രയ്ക്ക് സ്നേഹിക്കുകയാണ്, അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അവര് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് തെറ്റിദ്ധരിച്ച് ചെയ്യുന്നതാണ്. എന്റെ സ്പിരിറ്റ് എന്താണ്? എന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത സ്പിരിറ്റാണ്. എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്ന സ്പിരിറ്റാണ്. ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല. ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അവിടെ ഞാൻ മിണ്ടിയിട്ടില്ല. എന്റെ പിതാവിന്റെ അനുസ്മരണ വേദിയാണ്. എന്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു. അതിനെ വേറൊരു തലത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു, അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന. കാരണം എന്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ്. ഈ ഒരു ദിവസം ഒരു വർഷം മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു. ഒരു സിനിമാ നടൻ എന്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം. ഞാൻ എപ്പോഴും എന്താണ് മറുപടി പറഞ്ഞത്? എനിക്കൊരു വിരോധവുമില്ല. ഇന്നും എനിക്ക് അതാണ് നിലപാട്. എന്റെ പിതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ക്ഷമയുടെ പാത, സഹിഷ്ണുതയുടെ പാത. എന്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എന്റെ പിതാവ്. ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എന്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത്. എനിക്ക് എന്റെ പിതാവിന്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് ആദ്യം പറയുവാനുള്ളത് ഈ കോലാഹലങ്ങൾക്കിടയിൽ പെട്ടുപോയ സാധാരണ ജനങ്ങളോടാണ്.
നമ്മുടെ ഉള്ളിൽ മറ്റൊരാളോടുള്ള ഒരു വെറുപ്പ് അവിടെ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് തിരിയുന്നു എന്നാൽ അത് അപകടമാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മഹത്വം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ അഭാവത്തിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവിലാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നല്ലേ നമ്മൾ പറയാറ്. ഇവിടെ ചീഞ്ഞതാരാണെന്നും അത് ആരുടെ മഹത്വം മനസ്സിലാക്കി തരാൻ കാരണമായി എന്നും ജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ചാണ്ടിയുമ്മൻ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ. അപ്പൻ്റെ ഓർമ്മ, അപ്പൻ്റെ സ്വഭാവ ഗുണത്തിലൂടെ ഓർത്തെടുക്കാൻ കാട്ടിയ ധൈര്യത്തിന് മുമ്പിൽ എൻ്റെ നല്ല നമസ്കാരം. അപ്പനെ പോലെ നിങ്ങൾക്കും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക, അപ്പനെ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന മാധ്യമലോകം മുഴുവൻ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബൈബിൾ വായിച്ചവർക്ക് മനസ്സിലാകും, ഇവിടെ ചാണ്ടി ഉമ്മൻ ചെയ്തത് ശത്രുവിൻ്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടുകയാണ്. ഇതേ നിലപാട് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയിൽ ഉണ്ടായിരുന്നതും. ഞാൻ ആ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. റോമ 12-ാം അധ്യായം 20-21 വാക്യങ്ങൾ. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ.